PMC വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിയിട്ടുള്ളത്. അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കി കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പൊ അതിനെ കുറിച്ച് പറയാത്തത്? ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്. സെൽഫി എടുക്കാൻ വരുന്ന ചെറുപ്പക്കാരെ തട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയെ പ്രതിപക്ഷത്തിരുത്തി ആ കസേരയിൽ ഒരു പൂക്കി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന ഡിജിറ്റൽ സാക്ഷരതയുടെ മനുഷ്യരാണ് സർ നമ്മുടെ നാട്ടിലുള്ളത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. മേഖലയിലും ഭരണമാറ്റത്തിന്റെ ഉണർവ് പ്രകടമാണ്. ഓപ്പറേഷൻ തൂഫാൻ അതിനൊരു ഉദാഹരണമാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഇതിനോടകം ആളുകൾ ചോദിക്കുകയാണ്, എവിടെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളുടെ ആഭ്യന്തരമന്ത്രി എവിടെയായിരുന്നു എന്ന്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. നിപ്പ വന്ന് ഒരു വീട്ടിലെ 2 പേർ മരണപ്പെട്ടിട്ടും അവർക്ക് വേണ്ടതൊന്നും ചെയ്യാൻ ഇപ്പോൾ നടന്നു വരുന്ന നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച LDFന്റെ ക്രൂരതയ്ക്ക്, എമ്പതി ഇല്ലായ്മയ്ക്ക് കേരളത്തിന്റെ പൊതു മനസാക്ഷി മാപ്പ് നൽകില്ല സർ. കവളപ്പാറ ദുരന്തമുഖം സന്ദർശിക്കാതെ ഒളിച്ചോടിയ, ഓഖി ദുരന്ത ബാധിത പ്രദേശത്ത് പോകാതിരിക്കുകയും പിന്നീട് പോയപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിന് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി സന്ദർശിച്ചാൽ എന്ത്, സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എന്ത് എന്ന അവസ്ഥയായിരുന്നു ഈ നാടിൽ. ഭരണപരമായിട്ടുള്ള ഈ അനാഥത്വത്തിന്റെ പരിഹാരമാണ് സർ UDFന് ലഭിച്ച ഈ മാൻഡേറ്റ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഈ തിരിച്ചടി വാങ്ങി 30 ദിവസം തികയുന്നതിന് മുമ്പ് ആരോഗ്യമന്ത്രി കോഴിക്കോട് സ്റ്റേഷൻ ചെയ്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന ആരോപണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് കൈമോശം വന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഭരണപരമായിട്ടുള്ള അനാഥത്വമായിരുന്നു. ത്തോടെ യാതൊരു പുതിയ നികുതിയും സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു ബജറ്റാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 10 വർഷത്തെ കുറിച്ച് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.